ഹലോ അസ്സാം വലൈക്കും വർഹമത്തുള്ള. രണ്ടാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഈ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ ഭാഗം മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള ചാപ്റ്ററിൽ പറയുന്നത് നമ്മളൊരു സാധനം വാങ്ങുന്ന സമയത്ത് നമ്മളുടെ സ്വഭാവം എന്തിനൊക്കെ ആശ്രയിച്ചിരിക്കും, ഏതൊക്കെ രൂപത്തിലാണ് നമ്മളെ കണക്ക് കൂട്ടൽ. നമ്മൾ മീൻസ് കൺസ്യൂമറായ ഒരാളെ എങ്ങനെയാണ് ചിന്തിക്കുക, പിന്നെ ചിന്തിക്കുന്നതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഇത്ര കാര്യങ്ങൾ മാത്രമാണ് ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യണത്. അപ്പം നമ്മൾ ആദ്യം പറയുന്നത് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ സാധനമാണ്. യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോസിൽ നമ്മളെന്താ ഡിസ്കസ് ചെയ്യും. യൂട്ടിലിറ്റിയുമായിട്ട് ആദ്യം എന്താണ് യൂട്ടിലിറ്റി എന്നുള്ള സാധനം മനസ്സിലാക്കുക. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ സാധനം നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു വസ്തുവിൻ്റെ കഴിവിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയാം. ഉദാഹരണത്തിലൂടെ നമുക്ക് പറയാം, എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പം ഈ വിശക്കുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം എന്താ, ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താവും, ഈ വിശപ്പ് എന്നുള്ള സാധനം എന്താവും, അവിടെ നിൽക്കും. ഇനി അപ്പം ഞാനിപ്പോൾ ഈ വിശക്കുന്ന സമയത്ത് കഴിക്കുന്നത് മന്തിയാണെങ്കിൽ ആ മന്തി എനിക്ക് തരുന്ന സംതൃപ്തി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, യൂട്ടിലിറ്റി മലയാളത്തിൽ ഉപയുക്തത എന്ന് പറയാം. അപ്പോൾ മനുഷ്യന് വ്യത്യസ്ത ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ ഇഷ്ടംപോലെ വസ്തുക്കളും നമ്മുടെ നാട്ടിലുണ്ട്. ആ വസ്തുക്കൾ നമുക്ക് തരുന്ന ആവശ്യ പൂർത്തീകരണത്തിനുള്ള വസ്തുക്കളുടെ ശേഷി, ആ വസ്തുവിൻ്റെ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, യൂട്ടിലിറ്റി എന്ന് പറയാം. അപ്പോൾ എനിക്ക് വിശക്കണ സമയത്ത് വേണമെങ്കിലും മന്തി കഴിക്കുക, നെയ്ച്ചോറ് കഴിക്കുക, ബിരിയാണി കഴിക്കുക, പൊറോട്ട കഴിക്കുക, അൽഫാം കഴിക്കുക, ഏത് സാധനം വേണമെങ്കിലും കഴിക്കാം. ഇതിനൊക്കെ എന്തുണ്ട്, നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിയുണ്ട്. ഈ ശേഷിക്കാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഇവിടെ രണ്ട് സാധനങ്ങളാണുള്ളത്. ഒന്ന് ഓർഡിനൽ യൂട്ടിലിറ്റിയും പിന്നെ കാർഡിനൽ യൂട്ടിലിറ്റിയും. അതായത് ഇതിൻ്റെ ആവശ്യകത അളക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ എന്തുണ്ട്, രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒരഭിപ്രായം അനുസരിച്ച് നമുക്കിത് നമ്പറായിട്ട് തന്നെ എന്താക്കാൻ പറ്റും, അളക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ കാർഡിനൽ എന്ന് പറയാം. എന്നാൽ ഒരു ടീം പറയുന്നത് കാർഡിനൽ അല്ല, ഓർഡിനലാണ്. നമുക്കിങ്ങനെ കൃത്യമായിട്ടൊരു അളവ് പറയാൻ പറ്റൂല, അതേസമയം നമുക്ക് ഓർഡർ ആക്കാനേ പറ്റുള്ളൂ എന്നുള്ളത്. ഇത് രണ്ടും എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ എന്താക്കിയെന്നോ, ഒരു വിശക്കുന്ന സമയത്ത് ഞാൻ ബിരിയാണി കഴിക്കുകയാണെങ്കിൽ എനിക്ക് 10 യൂട്ടിലിറ്റി, മന്തി കഴിക്കുകയാണെങ്കിൽ 15 യൂട്ടിലിറ്റി, നെയ്ച്ചോറാണെങ്കിൽ 8 യൂട്ടിലിറ്റി, പൊറോട്ട ആണെങ്കിൽ 4 യൂട്ടിലിറ്റി. ഇങ്ങനെ യൂട്ടിലിറ്റിനെ ഒരു നമ്പറിൽ വിശേഷിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ കാർഡിനൽ യൂട്ടിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഈ 8, 10, 12 എന്ന് പറഞ്ഞാൽ നമ്പറിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. അതേസമയം നമുക്കതിനെ റാങ്ക് ചെയ്യാൻ പറ്റും, അതായത് ഓർഡറിൽ. ഇതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്, മന്തിയാണ്. അപ്പോൾ മന്തിക്ക് 1ാം സ്ഥാനം. അത് കഴിഞ്ഞാൽ ബിരിയാണി, അപ്പോൾ ബിരിയാണിക്ക് 2ാം സ്ഥാനം, നെയ്ച്ചോറിന് 3ാം സ്ഥാനം. അപ്പോൾ ഇതൊരു ഓർഡറാണ്. 1ാം റാങ്ക്, 2ാം റാങ്ക്, 3ാം റാങ്ക് എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ സാധനങ്ങൾ ഇങ്ങനെ അതിൻ്റെ നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിയെ നമുക്ക് ഓർഡറിൽ ചെയ്യാൻ പറ്റും. ഇതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ ഒരു വസ്തുവിൻ്റെ ശേഷി, നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്കാണ് യൂട്ടിലിറ്റി എന്ന് പറയാം. അത് കാർഡിനൽ യൂട്ടിലിറ്റി ഉണ്ട്, ഓർഡിനൽ യൂട്ടിലിറ്റി ഉണ്ട്. ഓക്കെ, 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മളിതിൽ അടുത്ത് പറയാൻ പോകുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ സാധനമാണ്. ഇതും വളരെ സിമ്പിളാണ്, പേരിൽ തന്നെ ഉണ്ട്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ മൊത്തം, മാർജിനൽ എന്ന് പറഞ്ഞാൽ നമുക്കവിടെ പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ ഒരു പ്ലേറ്റ് മന്തി തിന്ന സമയത്ത് എനിക്ക് കിട്ടിയ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ 10 എന്നാണ് വിചാരിക്കുക. 2 പ്ലേറ്റ് തിന്നപ്പോൾ 18 കിട്ടി, 3 പ്ലേറ്റ് തിന്നപ്പം 27 കിട്ടി, അതിൽ 25 കിട്ടി. അപ്പോൾ 1ാമത്തെ പ്ലേറ്റിൽ 10 യൂട്ടിലിറ്റി, 2ാമത്തെ പ്ലേറ്റിൽ 18 യൂട്ടിലിറ്റി, 3ാമത്തെ പ്ലേറ്റിൽ 25 യൂട്ടിലിറ്റി. 3ാമത്തെ പ്ലേറ്റിലല്ല, 3 പ്ലേറ്റും കൂടെ 25 യൂട്ടിലിറ്റി. ഓക്കെ, അപ്പോൾ ഇതിനാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയാം. അപ്പോൾ ഓരോ സാധനം ഇങ്ങനെ എണ്ണം കൂടുന്നതിനനുസരിച്ച് യൂട്ടിലിറ്റിൻ്റെ അളവ് എന്താവും, ഇങ്ങനെ കൂടി വരും. അപ്പം മൊത്തം ഇപ്പോൾ ഒരു 3 പ്ലേറ്റ് ബിരിയാണി മന്തി തിന്നാൽ ആ 3നും കൂടെ കിട്ടുന്ന യൂട്ടിലിറ്റിക്കാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയാം. അതേസമയം മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റ് നമ്മൾ അധികം തിന്നുന്ന സമയത്ത് നമുക്ക് അധികം കിട്ടുന്ന യൂട്ടിലിറ്റിക്കാണ് നമ്മൾ എന്തെന്ന് പറയാം, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, 1ാമത്തെ പ്ലേറ്റ് മന്തി തിന്ന സമയത്ത് 10 യൂട്ടിലിറ്റി, 2ാമത്തെ പ്ലേറ്റ് തിന്ന സമയത്ത് 18 യൂട്ടിലിറ്റി. അപ്പോൾ ഇവിടുത്തെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 8ആണ്. അതെങ്ങനെയാണ്, ഒരു പ്ലേറ്റിൽ നിന്ന് 2ാമത്തെ പ്ലേറ്റിലേക്ക്, അതായത് ഒരു പ്ലേറ്റ് ഞാൻ അധികം മന്തി തിന്ന സമയത്ത് എനിക്ക് കിട്ടിയ
അധികം കിട്ടിയ യൂട്ടിലിറ്റി എത്രയാണ്? 8. അതിനെയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. ഇനി മൂന്നാമത്തെ പ്ലേറ്റ് കഴിച്ചപ്പം എനിക്ക് കിട്ടിയത് എത്ര യൂട്ടിലിറ്റിയാണ്? ഒന്നാമത്തെ പ്ലേറ്റിൽ 10, രണ്ടാമത്തെ പ്ലേറ്റിൽ 18, മൂന്നാമത്തെ പ്ലേറ്റിൽ 25 അല്ലേ? രണ്ടാമത്തെ പ്ലേറ്റ് കഴിച്ചപ്പോൾ 18, മൂന്നാമത്തെ പ്ലേറ്റ് കഴിച്ചപ്പോൾ കിട്ടിയത് 25, മൂന്നും കൂടെയാണ് കേട്ടോ 25. അപ്പോൾ എത്ര യൂട്ടിലിറ്റി അവിടെ കൂടിയത്? A യൂട്ടിലിറ്റിയാണ് മൂന്നാമത്തെ പ്ലേറ്റിൽ കൂടിയത്. അപ്പം അവിടുത്തെ മാർജിനൽ യൂട്ടിലിറ്റി എത്രയാണ്? A ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഒരു യൂണിറ്റ് നമ്മൾ അധികം സാധനം വാങ്ങുന്ന സമയത്ത് നമുക്ക് അധികം കിട്ടുന്ന യൂട്ടിലിറ്റി എന്താണോ അതിനെയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ലോ എന്ന് പറഞ്ഞാൽ നിയമം എന്നർത്ഥം. ഡിമിനിഷിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറഞ്ഞ് വരിക എന്നാണ്. ഈ മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ള പറഞ്ഞ സാധനം കുറഞ്ഞ് ഇങ്ങനെ വരും എന്നാണ് ഈ നിയമം പറയുന്നത്. അത് ശരി തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളോട് ഞാൻ എന്താക്കുകയാണ് പറയാണ്, എനിക്ക് ഞാനൊരു അൽഫാം വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിട്ട് അൽഫാം വാങ്ങി തന്നു. നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഒന്നാമത്തെ അൽഫാമിന് നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. രണ്ടാമത്തെ അൽഫാമിന് അത്ര ടേസ്റ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. മൂന്നാമത്തെ അൽഫാമിന് വീണ്ടും ടേസ്റ്റ് കുറയും. നാലാമത്തെ ഞാൻ പറഞ്ഞു ഇത് തിന്നില്ലെങ്കിൽ പൈസ ഇയാണ് കൊടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്താവുകയാണ്? ടേസ്റ്റ് ഒന്നും ഇല്ലെന്നാലും വെറുതെ തിന്നാണ്. അടുത്ത അൽഫാം ഞാൻ പറയാണ് തിന്നില്ലെങ്കിൽ അടിച്ച് കൊല്ലുമെന്ന്. അപ്പോൾ എന്താണ്? നിങ്ങൾ നിർബന്ധിതരായിട്ട് തിന്നാണ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോ സാധനങ്ങൾ അധികം കിട്ടുന്നതിനനുസരിച്ച് അതല്ലെങ്കിൽ നമ്മൾ അധികം ഉപയോഗിക്കുന്നതിനനുസരിച്ച് ആ സാധനത്തിൻ്റെ ശേഷി, നമ്മൾ ആവശ്യകത നിറവേറ്റാനുള്ള ശേഷി എന്താവും? കുറഞ്ഞിങ്ങനെ വരും. ആലോചിച്ച് നോക്ക്, വിശക്കുന്ന സമയത്ത് നമ്മൾ സാധനം കഴിക്കുന്ന സമയത്ത് ഒന്നാമത്തെ ഉരുള നമ്മൾ കഴിക്കുന്ന ആ ടേസ്റ്റ് നമുക്ക് രണ്ടാമത്തേന് കിട്ടുമോ? ഇല്ല. അടുത്തതിന് കിട്ടുമോ? ഇല്ല. അങ്ങനെ കുറഞ്ഞിങ്ങനെ വരും. ഇതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ അധികം മാർജിനൽ യൂട്ടിലിറ്റി ഫ്രം കൺസ്യൂമിങ് ഈച്ച് അഡീഷണൽ യൂണിറ്റ് ഓഫ് എ കൊമോഡിറ്റി ഡിക്ലൈൻസ് ആസ് ഇറ്റ്സ് കൺസംഷൻ ഇൻക്രീസ്. ഒന്നുമില്ല, ഒരു കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, ഓരോ സാധനങ്ങൾ അധികം ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫിക്കേഷൻ അതല്ലെങ്കിൽ അതിൻ്റെ പവർ ഓഫ് യൂട്ടിലിറ്റി അതിങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഇത്രയും കാര്യമാണ് യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു ഗ്രാഫ് വെച്ചായിട്ട് ഇതിൻ്റെ വിഷയങ്ങൾ ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഗ്രാഫ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ ചെറിയൊരു ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ നോക്കുക, ഒന്നാമത്തെ ഉദാഹരണമായിട്ട് നമുക്കിവിടെ തൽക്കാലം പബ്സ് എന്തെങ്കിലും എടുക്കാം. ഒന്നാമത്തെ പബ്സ് തിന്നുന്ന സമയത്ത് നമുക്ക് 12 യൂട്ടിലിറ്റി കിട്ടുന്നു. രണ്ടാമത്തെ പബ്സ് കഴിക്കുന്ന സമയത്ത് നമുക്ക് 18 യൂട്ടിലിറ്റി. ഒന്നാമത്തോ രണ്ടാമത്തോ കഴിക്കുമ്പോൾ 18 യൂട്ടിലിറ്റി, 3 പബ്സ് കഴിക്കുമ്പോൾ 22 യൂട്ടിലിറ്റി, 4 പബ്സ് കഴിക്കുമ്പോൾ 24 യൂട്ടിലിറ്റി, 5ാമത് കഴിക്കുമ്പോൾ 24 യൂട്ടിലിറ്റി, 6ാമത് കഴിക്കുമ്പോൾ 22 യൂട്ടിലിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, നമ്മൾ നേരത്തെ തിയറിയിൽ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ കഴിക്കുന്ന അതല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന എല്ലാ സാധനവും ഒരേ രൂപത്തിലല്ല നമുക്ക് സംതൃപ്തി തരിക എന്നുള്ളതാണ്. കഴിക്കുന്നതിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് സംതൃപ്തിൻ്റെ ആദ്യം വന്ന് കിട്ടുന്ന സംതൃപ്തിൻ്റെ അളവ് എന്താവും? കുറഞ്ഞിങ്ങനെ വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ തിയറിയിൽ നേരത്തെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം ഇനി നോക്കട്ടോ, നമ്മൾ ജസ്റ്റ് ഈ ഗ്രാഫ് ഒന്ന് പരിശോധിക്കാം. ഇതാണ് എണ്ണം എന്ന് പറയുന്നത്. ഒന്നാമത്തെ പബ്സ്, രണ്ടാമത്തെ പബ്സ്, മൂന്നാമത്തെ പബ്സ്, നാലാമത്തെ പബ്സ്, 5ാമത്തെ പബ്സ്. ഇത് നമ്മൾ മേലോട്ട് നമ്മളെന്താണ് യൂട്ടിലിറ്റിൻ്റെ സാധനമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ നോക്കുക, ഇവിടെ ഒന്നാമത്തെ പബ്സ് കഴിച്ച സമയത്ത് നമുക്ക് 12 യൂട്ടിലിറ്റിയാണ് കിട്ടിയത്. അതാ നമ്മളിതാ 10ൻ്റെ മേലെ ഇവിടെ അടയാളപ്പെടുത്തി. രണ്ടാമത് കഴിച്ച സമയത്ത് നമുക്ക് കിട്ടിയത് 18. ഇത് രണ്ടാമത്തത് നമ്മളിത് ഇവിടെ കൊടുത്ത് 18. മൂന്നാമത് കഴിച്ച സമയത്ത് നമുക്ക് കിട്ടിയത് 24 കൊടുത്തു. നാലാമത് കഴിച്ച സമയത്ത് നമുക്ക് കിട്ടിയത് 22, 24. 5ാമത് കഴിച്ച സമയത്ത് നമുക്ക് കിട്ടിയത് 24 തന്നെയാണ്. 6ാമത് കഴിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? 22 കാരണം യൂട്ടിലിറ്റി എന്താണ്? കുറഞ്ഞാണ്. ഈ നമ്മളെന്താക്കി, ഈ ഈ സാധനങ്ങളൊക്കെ എന്താക്കി, മൊത്തം നമ്മളങ്ങോട്ട് ജോയിൻ ചെയ്ത് എല്ലാം കൂടെ എന്താക്കി കൂട്ടി യോജിപ്പിച്ച് വരച്ച്. ഓക്കെ, ഇനി നമ്മൾ ഇതാണ് നോക്കുന്നത്. മാർജിനൽ യൂട്ടിലിറ്റിയാണ് അടുത്ത ഗ്രാഫ് നമ്മൾ വരക്കുന്നത്. ഒന്നാമത് കഴിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 12 അടയാളപ്പെടുത്തി. രണ്ടാമത് നമ്മൾ കഴിച്ചപ്പോൾ കിട്ടിയത് 6. മൂന്നാമത് 4.
പിന്നെ 2, പിന്നെ നമുക്ക് കിട്ടിയത് 0, പിന്നെ നമുക്ക് കിട്ടിയത് -2 ഉണ്ടോ. ഇത് 0 ആണ്, -1 -2 -2 നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഇതെന്താക്കി നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് നമ്മളെന്താക്കി ലൈന് വരച്ചു. അപ്പം ഇതാണ് ഒരു ടോട്ടൽ യൂട്ടിലിറ്റിയുടെയും അതുപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റിയുടെയും ഗ്രാഫ് എന്ന് പറഞ്ഞ സാധനം. ഇനി നമുക്ക് ഇവിടെ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ടോട്ടൽ യൂട്ടിലിറ്റി ഒരു പരിധി വരെ കൂടുകയാണ് ചെയ്യുക, കൂടിയിട്ട് പിന്നെന്താവും അത് കുറയും. എന്നാൽ മാർജിനൽ യൂട്ടിലിറ്റി നമുക്കറിയാം ഓരോ സമയം കഴിയുമ്പോഴും മാർജിനൽ യൂട്ടിലിറ്റി എന്താകാണ് കുറഞ്ഞ് അങ്ങനെ വരികയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ആദ്യം കഴിച്ച ഭക്ഷണത്തിൻ്റെ ആ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പിന്നെ കിട്ടൂല. എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്തുണ്ടാവും, ടേസ്റ്റ് ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വരും. പിന്നെ അതെന്താവും, -0 ആവും, പിന്നെ മൈനസും ആവും. ഓക്കെ, ഈ ഒരു സാധനം തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യണത്. ഇനിയും ടോട്ടൽ യൂട്ടിലിറ്റി മാർജിനൽ യൂട്ടിലിറ്റി തമ്മിലുള്ള ഈ ഗ്രാഫുകൾ തമ്മിലുള്ള ബന്ധം, ഒരു 3 ബന്ധം എന്താകുന്നുണ്ടോ പറയുന്നുണ്ട്. ഒന്നാമത്തെ നോക്കുക എന്താണെന്നറിയോ, MU ഈസ് ഫാളിങ്. MU എന്ന് പറഞ്ഞാൽ മാർജിനൽ യൂട്ടിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഫാളിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വെൻ TU ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിങ് റൈറ്റ്. ഇതാണ് TU കൂടുന്ന സമയത്ത്, TU ഇൻക്രീസിങ് ആണല്ലോ, ആണ്. ഇത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് MU എന്താവുകയാണ്, ഇങ്ങനെ ഫാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളിവിടെ കണ്ടു. രണ്ടാമത്തെ നോക്കുക, MU 0-ലെത്തുന്ന സമയത്ത്, ഇതാണ് MU എപ്പോൾ അവിടെ 0-ലെത്തുന്ന നോക്ക്, ഇതല്ലേ 0, ഇത് MU 0-ലെത്തുന്ന എപ്പോഴാണതാ, ഇവിടെയാണ് MU 0-ലെത്തുന്നത്. ഈ MU 0-ലെത്തുന്ന സമയത്ത് TU മാക്സിമം ആണ്, അത് കോൺസ്റ്റൻ്റ് ആണ്. മാക്സിമം എന്ന് പറഞ്ഞാൽ ഏറ്റവും പരമാവധി. നിങ്ങൾ ഇതിൽ നോക്കിയാൽ മതി, ഇതിലേറ്റവും മാക്സിമം എത്രയാണ് വരുന്നത്, 24 ആണ്. ഈ 24 എപ്പോഴാണ് എത്തുന്നത് നോക്കുന്നത്, 5 ആകുന്ന സമയത്ത് 24 ആണ്. അതുപോലെ തന്നെ 4 ആകുന്ന സമയത്ത് എന്താണ്, 24 ആണ്. അപ്പോൾ ഇത് 0-ലെത്തുന്ന സമയത്തോ, MU 0-ലെത്തുന്ന സമയത്തായിരിക്കും എന്തുണ്ടാവുക, TU ഏറ്റവും ടോപ്പിൽ ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത നോക്ക്, MU നെഗറ്റീവ് ആവുന്ന സമയത്ത് TU ഫോളോ ചെയ്യും. ഇവിടുന്ന് അങ്ങോട്ട് എന്താണ്, MU നെഗറ്റീവ് അയക്കുകയാണ്, 0ൻ്റെ താഴെ പോയേക്കാണ്. ആ സമയത്ത് എന്താണ് ചെയ്യുന്നത്, TU ഫോളോ ആകുക എന്നാണ് പറഞ്ഞത്. ഇതാണ് TU എന്താ സംഭവിക്കണം നോക്കി, 24-ന്ന് 22-ലേക്ക് പോരുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് കൂടി ഇങ്ങനെ പോവുകയാണ് 24 വരെ. പിന്നെ അത് കോൺസ്റ്റൻ്റ് ആയി. ഈ കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ പറഞ്ഞ കോൺസ്റ്റൻ്റ്. അത് കഴിഞ്ഞ് പിന്നെ TU എന്താണ്, ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ 3 കാര്യങ്ങൾ. പിന്നെ TU കൂടുന്ന സമയത്ത് MU എന്താണ്, കുറയാണ്, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, MU 0-ലെത്തുന്ന സമയത്താണ് TU മാക്സിമത്തിലും അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റും ആവുന്നത്. മൂന്നാമത്തെ പോയിന്റ്, MU 0ക്ക് താഴെ വരുന്ന സമയത്ത്, അതായത് നെഗറ്റീവ് ആകുന്ന സമയത്ത് TU എന്താവുകയാണ്, പിന്നെ ഡിക്രീസ് ആവുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്രാഫ്.